ഈ സോള് യഥാർത്ഥത്തിൽ വിട്ടുപോകുമ്പോൾ മുമ്പ് നേടേണ്ട ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഫൈനൽ 12ാമത്തേത് അത് മോക്ഷമാണ്, സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റിയുടെ അൾട്ടിമേറ്റ് ആണ് സെൽഫ് റിയലൈസേഷനാണ്, ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയും. ഈ ലഗ്നം മുതൽ മുന്നോട്ടുള്ള ഓരോ ഹൈറാർക്കിയാണ്. ലഗ്നം സെൽഫാണ്, രണ്ടാമത്തെ ധനമാണ്, കുടുംബമാണ്, മൂന്നാമത്തെ റൈറ്റിങ്സ് ആണ്, കമ്മ്യൂണിക്കേഷനാണ്, നാലാമത്തെ വീടാണ്, ഫിഫ്ത്ത് ഹൗസ് ഉപാസനയാണ്, പ്രണയമാണ്, ആറാമത്തെ ശത്രു കടമാണ്, രോഗമാണ്, സർവീസാണ്, ഏഴാം ഭാവം പാർട്ട്ണറാണ്, എട്ടാം ഭാവം നമ്മുടെ സീക്രട്സ് ആണ്, നമ്മുടെ മരണമാണ്, ഒമ്പതാം ഭാഗ്യമാണ്, അച്ഛനാണ്, പത്താം ഭാവം നമ്മുടെ കർമ്മമാണ്, 11ാം ഭാവം ലാഭമാണ്. ലാസ്റ്റ് സെൽഫ് റിയലൈസേഷൻ. ഈ നീഡുകളെല്ലാം, വീടും വണ്ടിയും ഓരോ സമയത്ത് ഓരോ നീഡാണ്. അതിൻ്റെ സോളിൻ്റെ അൾട്ടിമേറ്റ് നീഡായിട്ട് പറയുന്ന സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ, എബ്രഹാം മാസ്ലോയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ അൾട്ടിമേറ്റായിട്ട് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ അസ്ട്രോളജിയിൽ പറയുന്നത് 12th ഹൗസ് കൊണ്ടാണ്. മുതൽ മുന്നോട്ടുള്ള ഓരോ ഹൈറാർക്കിയാണ്. ലഗ്നം സെൽഫാണ്, രണ്ടാമത്തെ ധനമാണ്, കുടുംബമാണ്, മൂന്നാമത്തെ റൈറ്റിങ്സ് ആണ്, കമ്മ്യൂണിക്കേഷനാണ്, നാലാമത്തെ വീടാണ്, ഫിഫ്ത്ത് ഹൗസ് ഉപാസനയാണ്, പ്രണയമാണ്, ആറാമത്തെ ശത്രു കടമാണ്, രോഗമാണ്, സർവീസാണ്, ഏഴാം ഭാവം പാർട്ട്ണറാണ്, എട്ടാം ഭാവം നമ്മുടെ സീക്രട്സ് ആണ്, നമ്മുടെ മരണമാണ്, ഒമ്പതാം ഭാഗ്യമാണ്, അച്ഛനാണ്, പത്താം ഭാവം നമ്മുടെ കർമ്മമാണ്, 11ാം ഭാവം ലാഭമാണ്. ലാസ്റ്റ് സെൽഫ് റിയലൈസേഷൻ. ഈ നീഡുകളെല്ലാം, വീടും വണ്ടിയും ഓരോ സമയത്ത് ഓരോ നീഡാണ്. അതിൻ്റെ സോളിൻ്റെ അൾട്ടിമേറ്റ് നീഡായിട്ട് പറയുന്ന സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ, എബ്രഹാം മാസ്ലോയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ അൾട്ടിമേറ്റായിട്ട് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ അസ്ട്രോളജിയിൽ പറയുന്നത് 12th ഹൗസ് കൊണ്ടാണ്.